രാജ്യത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ചുള്ള ചില ഡാറ്റകൾ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്നേ വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ ബൂത്ത് പിടുത്തവും റിഗ്ഗിങ്ങും നടക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും അവയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ 2014 മുതൽ EVM കേന്ദ്രീകരിച്ചുള്ള പരാതികൾ, ആരോപണങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇന്നലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ അത് വെറും EVM കേന്ദ്രീകരിച്ചുള്ള തെറ്റുകൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഇന്നത്തെ കേന്ദ്ര ഭരണകക്ഷിയായ BJPക്ക് ഒത്താശ ചെയ്തുകൊണ്ട് വിപുലമായ തോതിൽ വോട്ടർ പട്ടികയിലും പോളിംഗ് സ്റ്റേഷനുകളിലും പരസ്യമായി കൃത്രിമങ്ങൾ നടത്തി എന്നതിൻ്റെ ചില ഡാറ്റകളാണ് ഇദ്ദേഹം ഇന്നലെ പുറത്തുവിട്ടത്. മാധ്യമങ്ങൾ ഈ പുറത്തുവിടലിനെ ബോംബ് സ്ഫോടനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് രാജ്യം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാണം കെട്ട ബൂത്ത് റിഗ്ഗിംഗ്, ഇലക്ഷൻ തട്ടിപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തിയത്. അത്ഭുതകരമാണ് അതിലെ പല വെളിപ്പെടുത്തലുകളും. ഇതൊക്കെ ഈ രാജ്യത്ത് തന്നെ നടന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലും കർണാടകയിലെ ഒരു മണ്ഡലത്തിലും നടന്ന ചില ഉദാഹരണങ്ങൾ, വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ വിസ്മയിച്ചു പോകും. അതായത് ഒറ്റമുറി വീട്ടിൽ 80-100 ആളുകളുടെ വോട്ട്, ഒറ്റമുറി വീട്ടിൻ്റെ അഡ്രസ്സിൽ കൃത്രിമ അഡ്രസ്സുകൾ, പല വോട്ടർമാരുടെയും പേരുകൾ ABCD EFGH തുടങ്ങിയ പേര് കൊടുത്തിട്ടുള്ളത്. അതിനു പുറമെയാണ് ഫേക്ക് അഡ്രസ്സുകൾ, ഒരേ അഡ്രസ്സിൽ നിന്ന് തന്നെ പല പേരുകൾ. 80 വയസ്സിനും 70-നും 80-നും വയസ്സിന് മേലെയുള്ള പുതിയ വോട്ടർമാർ, ഇങ്ങനെ 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വോട്ടുകൾ കൃത്രിമമായി BJPക്ക് അനുകൂലമായി കൂട്ടിച്ചേർത്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇതിന് മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനാകട്ടെ ഇരുട്ടിലാണ്. ആവശ്യമായ രേഖകൾ പോലും, ഡാറ്റകൾ പോലും പ്രതിപക്ഷത്തിന് നൽകാൻ അവർ തയ്യാറാവുന്നില്ല. പിന്നെ നമുക്ക് സമീപിക്കാനുള്ളതാണ് കോടതികൾ. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇത്തരം ജനാധിപത്യത്തിലെ പ്രതിസന്ധികൾ കോടതികളിലേക്കാണ് ഫോർവേഡ് ചെയ്യുക. കോടതികളാകട്ടെ നമുക്കറിയാവുന്ന കാര്യമാണ് കോടതികളുടെ അവസ്ഥ. ഇവിടെ ജനാധിപത്യ സ്ഥാപനങ്ങളോ ജുഡീഷ്യറിയോ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധം സംഭവ വികാസങ്ങൾ ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. അതായത് കോടതിയിൽ പോയിട്ടും കാര്യമില്ല എന്നൊരു രാജ്യത്തെ ജനത ചിന്തിക്കാൻ തുടങ്ങുന്നത് വളരെ ആപൽക്കരമാണ്. അപകടകരമായ ഒരു പ്രത്യാഘാതങ്ങളാണ് അതുണ്ടാക്കുക. കാരണം രാഷ്ട്രങ്ങൾ പലപ്പോഴും ആഭ്യന്തര കലാപങ്ങളിലേക്കും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും നീങ്ങിയിട്ടുള്ളത് രാജ്യത്തെ പരമോന്നത നീതിപീഠം കൂടെ കൈവിടുന്ന അവസ്ഥകളിലാണ്. നമ്മുടെ രാജ്യത്ത് അത് അത്ര തന്നെ എത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് അങ്ങോട്ടേക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളും ഫേക്ക് അഡ്രസ്സുകളും കൃത്രിമ ഫോട്ടോകളും, അത് 1, 2, 5, 10 ലക്ഷവും കോടിയും കണക്കിന് ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുക എന്നുള്ളത് വലിയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് പുറത്തുവിട്ട ഡാറ്റകൾ ശരിക്കും ഒരു ബോംബ് സ്ഫോടനം തന്നെയാണെങ്കിലും ആ പൊട്ടിച്ച ബോംബിൻ്റെ ചീളുകൾ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിലേക്ക് കൂടി ചിതറിത്തെറിക്കുന്നുണ്ട്. അവരുടെ മേൽ ആരോപണത്തിൻ്റെ BJPയിലും ഇലക്ഷൻ കമ്മീഷനിലും ഒതുങ്ങാതെ ആ ബോംബ് സ്ഫോടനത്തിൻ്റെ ചില ചീളുകൾ സ്വന്തം പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളിലും ബൂത്ത് ഏജന്റുമാരിലും പോലും ചെന്ന് പതിക്കുന്നതായി കാണാം. ഒന്നാമത്തെ കാരണം, ഒരു രാഷ്ട്രീയ പാർട്ടി
ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോട് കൂടി തന്നെ ആവട്ടെ എന്ന് തന്നെ കരുതുക. പല പോളിംഗ് ബൂത്തുകളിലായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം കൃത്രിമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അവിടെ പ്രതിപക്ഷത്തിന്റെ ഒരാളെങ്കിലും അവിടെ കാണുമല്ലോ, ബൂത്ത് ഏജന്റുമാരായിട്ടും പ്രാദേശിക നേതാക്കളായിട്ടും. അവർക്കാർക്കും ഇതിനെ ആ സ്പോട്ടിൽ വെച്ച് തടയാനോ കണ്ടുപിടിക്കാനോ തടയാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശ്ചര്യകരമായിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഒറ്റയാളായി പോകുമോ ഈ പോരാട്ടത്തിൽ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ രാജ്യം 70 കൊല്ലത്തോളം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ ഈ രാജ്യമെമ്പാടും ചിതറിക്കിടക്കുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും അവരുടെ പ്രാതിനിധ്യമുണ്ട്, സാന്നിധ്യമുണ്ട്. എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരു പോളിംഗ് ബൂത്ത്, ഇത്രയും പോളിംഗ് ബൂത്തുകളിൽ ഇത്രയും കൃത്രിമങ്ങൾ നടന്നിട്ടും അവിടെ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അത് പിടിക്കപ്പെടുകയോ തടുക്കപ്പെടുകയോ ചെയ്തില്ല? രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഷ്ട്രത്തിലെ ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണിത്. ഈ കാര്യത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന ഒറ്റയാൾ പ്രതിപക്ഷ നേതാവായി നടത്തുന്ന ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്ക് ഉള്ള പങ്ക് എന്താണെന്ന് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അണികൾ ബൂത്ത് ഏജന്റുമാരായിട്ടും മറ്റു രീതിയിലും സ്ഥാനാർത്ഥികളായിട്ടും പ്രാദേശിക നേതാക്കളായിട്ടും ഈ ഇലക്ഷനിലെല്ലാം മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി അറിയേണ്ടത് രാജ്യത്തിന് ഉത്കണ്ഠയുണ്ട്, അറിയാൻ രാജ്യത്തിന് താല്പര്യമുണ്ട്. ഇവർ പ്രതിപക്ഷം ഭൂരിപക്ഷം ഭരണപക്ഷം പ്രതിപക്ഷം എന്നത് അവിടെ നിൽക്കട്ടെ, രാജ്യത്തെ പൊതുസമൂഹത്തിന് കൂടി ഇതറിയാനുള്ള ഒരു താല്പര്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത്തരം കൃത്രിമങ്ങൾ ഇത്ര പരസ്യമായി ഇത്ര വിപുലമായ തോതിൽ അരങ്ങേറിയിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരു നേതാവിന് മാസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പൊതുസമ്മേളനം വിളിച്ചുകൂട്ടി അവിടെ ചില ഡാറ്റകൾ ബോംബ് സ്ഫോടനം പോലെ പ്രദർശിപ്പിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് ഇത്രയും വിശാലമായ ഒരു പാർട്ടി, വിപുലമായ ഒരു പാർട്ടി, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക്, ഈ രാജ്യത്തെമ്പാടും അണികളുള്ള ഒരു പാർട്ടിക്ക്, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന ആ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതിനെ തടയിടാനോ തക്ക സമയത്ത് പൊതുജനങ്ങളെ മധ്യത്തിലേക്ക് എടുത്തിടാനോ കഴിയാതെ പോയത്? ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലോ കോടതിയിലോ പ്രതീക്ഷ നശിച്ചു എന്നിരിക്കട്ടെ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ പിന്നെ എന്താണ് ചെയ്യുക? കടൽ ചാടി മരിക്കുകയോ? അത് കഴിയില്ലല്ലോ. ഇതിന് ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് കരണീയമായിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. രാജ്യത്തെ ഭരണകൂടവും പരമോന്നത കോടതികളും കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളും കൈവിടുമ്പോൾ രാജ്യം അവിടെ തന്നെയുണ്ട്, രാജ്യത്തെ ജനങ്ങൾ അവിടെ തന്നെയുണ്ട് എന്ന് ഓർക്കണം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്നിരിക്കെ ഈ പരമാധികാരികളായ ജനങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. അതായത് രാഹുൽ ഗാന്ധി എന്ന ഒരൊറ്റ പ്രതിപക്ഷ നേതാവ് എന്ന ഒരൊറ്റ വ്യക്തിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാതെ, മുഴുവനായി അർപ്പിക്കാതെ രാജ്യത്തെ പൊതുസമൂഹം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്ന് ഈ വിഷയങ്ങൾ വ്യക്തമായ കൃത്യത, ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാനുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ വരും, ഇനിയും ഇതുപോലെ തന്നെയുള്ള കൃത്രിമങ്ങൾ ആവർത്തിക്കുകയും ചെയ്തേക്കാം. കാരണം ഇതൊന്നും രണ്ടും പ്രാവശ്യമല്ലല്ലോ സംഭവിക്കുന്നത്, ഇനിയും നടന്നേക്കാം. എല്ലാത്തരം തട്ടിപ്പുകളും അരങ്ങേറിയേക്കാം. പക്ഷെ അതെല്ലാം സഹിച്ച് ഇത് തലവിധിയാണ്, ദുർവിധിയാണെന്ന് കരുതി മിണ്ടാതിരിക്കുകയാണോ ജനങ്ങൾ ചെയ്യേണ്ടത്? അതല്ല, ഒരു പ്രതിപക്ഷ നേതാവ് മാത്രം എവിടെയെങ്കിലും കുറെ ആളുകളോട് ഇത് വിശദീകരിച്ചാൽ മാത്രം മതിയോ? അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അതേപടി വീണ്ടും തുടരുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. രാജ്യമെമ്പാടും കോളിളക്കം സൃഷ്ടിക്കുന്ന തരത്തിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണം. ജനാധിപത്യ രീതികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആഭ്യന്തര കലാപമോ മറ്റ് അക്രമാസക്ത പ്രക്ഷോഭങ്ങളോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ രീതിയിലുള്ള മാന്യമായ പ്രതിഷേധം, രാഷ്ട്രത്തിനുള്ള പ്രതിഷേധം ഭരണകൂടത്തെയും രാജ്യത്തെ പ്രബല സ്ഥാപനങ്ങളെയും അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കട്ടെ, അല്ലെങ്കിൽ ആരായാലും വിരോധമല്ല. പക്ഷേ ജനങ്ങളെ അണിനിരത്താൻ അവർ പരിശ്രമം നടത്തണം. ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ ഈ തെറ്റുകളെ നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. ജനപങ്കാളിത്തത്തോടെ അല്ലാതെ ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടോ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വ്യക്തികളെ കൊണ്ടോ സ്ഥാപനങ്ങളെ കൊണ്ടോ പ്രസ്ഥാനങ്ങളെ കൊണ്ടോ ഇത്
ഈ തെറ്റുകൾ തിരുത്താനാവുമെന്ന് തോന്നുന്നില്ല. അതേസമയത്ത് രാജ്യം ഒന്നടങ്കം ഇളകിയാൽ അതിനു മുമ്പിൽ തകർന്ന് തരിപ്പണമാകുന്ന പദവികളെ, പവറുകളെ ഈ ലോകത്തുള്ളൂ, ഏത് രാജ്യത്തുമുള്ളൂ. നമ്മുടെ രാജ്യത്തും അത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് സൃഷ്ടിപരമായ രീതിയിൽ ഈ പ്രശ്നങ്ങളെ തിരുത്താനുള്ള ജനകീയമായ ജനാധിപത്യപരമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിയേ തീരൂ. അവിടെ ഒരു പാർട്ടിയെയും അതിൻ്റെ അണികളെയും മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നില്ല. രാജ്യമാസകലം ജാതിഭേദം, പാർട്ടി വ്യത്യാസങ്ങൾ, പ്രാദേശിക വൈവിധ്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം മറന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ അണിനിരുന്നത് പോലെ ഈ വക തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾക്കെതിരായി ജനങ്ങൾ സംഘടിക്കണം, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടണം. അത് അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുലക്കണം, അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ടാക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് നിർത്താം.